ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് മീനും കാര്യങ്ങളൊന്നും കിട്ടില്ല. മഴയൊക്കെ ആയതുകൊണ്ട് വളരെ കഷ്ടത്തിലാണ് ഗായ്സ്. പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴയോട് മഴ. എന്ത് ചെയ്യാനാണ്? മഴയെങ്കിൽ മഴ, വെയിലെങ്കിൽ വെയിൽ. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇപ്പോഴത്തെ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു അടിപൊളി തീയൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അത് നമ്മൾ തീയിൽ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പം നോക്കി പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു അരമുറി തേങ്ങ വേണം. പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകത, ഇന്നത്തെ തീയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, പകരം വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 3-4 അത്ര മതി കേട്ടോ, എരിവ് അനുസരിച്ച്. 3-4 വറ്റൽമുളക്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, നല്ല കുരുമുളക് വേണം കേട്ടോ. പിന്നെ ഒരു പേരിന് മാത്രം ഉലുവ. അപ്പോൾ ഇത്രയായിട്ട് നമുക്ക് ചട്ടിയിലിടുന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ മിക്സർ ഇട്ടു വറുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു ചീനിച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരു 2-3 ഉരുളക്കിഴങ്ങ്, അത് നല്ല ചതുരത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ചെറിയുള്ളിയാണ് നമ്മുടെ ഹൈലൈറ്റ്. ചെറിയുള്ളി മുഴുവൻ എണ്ണ ഇങ്ങനെ എടുക്കുക, ഒരു പിടി ചെറിയുള്ളി, പിന്നെ ഒരു തക്കാളി, പിന്നെ 2 പച്ചമുളക്. ഇത്രയും മതി. പച്ചമുളക് കീറി നല്ല റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി നമ്മൾ ആദ്യം കടുക് താളിക്കലാണ് പരിപാടി. അപ്പം ആദ്യം കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ചെറുള്ളി തന്നെ നല്ല സ്ലൈസ് ആക്കിയിട്ട് ഇട്ടു. കടുക് വറുക്കാനായിട്ട് അറിയാമല്ലോ. പിന്നെ കറിവേപ്പില ഇട്ടു, വറ്റൽമുളക് ഇട്ടു. പിന്നെ ഇടയ്ക്ക് ഇത് കിട്ടപ്പോഴത്തേക്കിനും ഒന്ന് പൊട്ടിത്തെറിച്ച് ഞാനൊന്ന് ഓടി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒന്ന് വരട്ടിയെടുക്കണം. അതിൻ്റെ പച്ച ചുവപ്പ് മാറുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കരിക്കൊന്നും വേണ്ട. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളിതിലേക്ക് നമ്മുടെ ഗരം മസാല, ജീരകമില്ലേ, അത് ഒരു നുള്ള് ഇട്ടു. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇട്ടത്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇത്ര മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല അത്യാവശ്യം വെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിലേക്ക് അരപ്പൊഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. വെന്ത് വന്നിട്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൽ ഉപ്പൊക്കെ ഇട്ടത്. ഇത്ര ഉള്ളായിരുന്നു നമുക്ക് പരിപാടി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് നല്ല സ്ലോ ഫ്ലെയിമിൽ നല്ല കുക്ക് ചെയ്തെടുക്കണം. നല്ല തിളച്ചൊക്കെ വന്ന് നല്ല മണമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇത്ര ഉള്ള ഐറ്റംസ്. വേറെ ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യണ്ട. പിന്നെ കറി പോലെ കൂട്ടേണ്ടവർക്ക് കറി പോലെ വെക്കാം. തൊട്ടുകറി പോലെ കൂട്ടേണ്ടവർക്ക് കുറച്ചും കൂടി ഒന്ന് കുറുകിയ ഒരു കൺസിസ്റ്റൻസി ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കറിക്ക് നമുക്ക് വേണമായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി തീയലാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ചെറുള്ളിയൊക്കെ ഇട്ട നല്ല അടിപൊളി തീയല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മൾ ഇത്ര വരെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ സിമ്പിൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും. ബൈ.